പിന്നെ ഒരു ടോപ്പിക് കൂടി പറയാനുള്ളത്, ഞാൻ പറഞ്ഞു അതിന് മുമ്പൊരു ടോപ്പിക്ക് പറഞ്ഞു തുടങ്ങിയത് ഇതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ വിഡിത്തത്തിൽ വിപരീതത്തിൽ നിങ്ങൾ പാതിരികളൊക്കെ ആവശ്യമില്ലാണ്ട് നിന്ന് നക്കിപ്പിച്ച് സെലക്ട് ചെയ്യുന്നത്, സാധാ ജോലി പോലെ ചെയ്യുന്നത്, പിന്നെ അതും തെറ്റാണത്. വിഗ്രഹങ്ങൾ ജീവനില്ലാത്ത പ്ലാസ്റ്റിക്കിന് മെഷീനൊക്കെ ഒരുക്കി ആരാധിക്കുന്നത് ഞാൻ ചെയ്തത് നിങ്ങൾ ഓർമ്മയില്ല പറയും. നിങ്ങളത് ചെയ്യണത് എന്തിനാണ്? അപ്പോൾ അങ്ങനെയൊക്കെ വിപരീതത്തിലും വിഡിത്തത്തിലും നിങ്ങൾ വിചാരിക്കണ കാര്യം ഒരു സമയത്ത് ഞാൻ അത് വിചാരിക്കേണ്ടാവില്ല. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നിങ്ങളങ്ങനെ വെച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോൾ ചിന്തിക്കേണ്ട. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വിപരീതത്തിൽ വിചാരിക്കണ കാര്യം എനിക്ക് അന്ന് ആ സമയത്ത് വിചാരിക്കണല്ലോ. അപ്പം എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ പിന്നെ പറഞ്ഞില്ലേ അത്. അപ്പോൾ എൻ്റെ കൂടെ പറയുമ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കാത്ത കാര്യം ഞാൻ ചിന്തിക്കണം വിചാരിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഞങ്ങളായിരുന്നു ഊട്ടി വാങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു തരം മലയാളി പാരൻസ് ഉണ്ടായത് നിങ്ങൾ ഹിന്ദി കൊണ്ട് പറഞ്ഞിട്ട് പടുപിടിയുടെ അന്നേതോട് ഉപദേശിച്ച് വെച്ചിട്ട് നിങ്ങളായിരുന്നു ഊട്ടി വാങ്ങിയിരിക്കാമെന്നറിയാം. മരുന്ന് കൂട്ടി വാങ്ങിയിരിക്കാമെന്നറിയാം. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഈ പറയണ കാര്യം നിങ്ങൾ മരുന്ന് കൂട്ടി വാങ്ങിയിരിക്കണ കാര്യം ഞാൻ നിങ്ങളോട് എപ്പോൾ വേണമെങ്കിലും എനിക്കിങ്ങനെ മലയാളി പാരൻസ് ഉണ്ടായത് ഹിന്ദി എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ടായിരുന്നു കൂട്ടി വാങ്ങിയിരിക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമ്മൾ പണ്ടത്തെ കാര്യമല്ല, നിങ്ങളുള്ള കാര്യം ചോദിക്കണല്ലേ, അപ്പോൾ തന്നെ മാറി പോവാണ്. അടുത്തൊന്ന് നിന്നാലും നിങ്ങൾ മാറി പോവാണ്. അരമണിക്കൂർ വന്ന് നിൽക്കണം ഞാൻ നിങ്ങളുടെ അടുത്ത്. അരമണിക്കൂർ പോരാണ്ട് 12 മണിക്കൂർ 12 മണിക്കൂർ അല്ലെങ്കിൽ പുറത്ത് നിൽക്കണം വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാനില്ലേ. അപ്പോൾ എനിക്ക് പറയാം റിസ ഷാറുഖ് ഖാൻ്റെ കൈ മറ്റെന്താ പറയുക, സാധാരണ രീതി പറഞ്ഞാലും മധുമാസം അണയാറുണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങൾ. സ്വരമുയറങ്ങുന്ന വിലന്തെ പരിമറന്ന പല്ലവി, അതുപോലെ സരസസുന്ദരി മണിയാലസമായി ഉറങ്ങിയോ, അതുപോലത്തെ ഗോവണി താഴത്തു വന്നേ കടിഞ്ഞൂൽക്കനവോടെ നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നേ രാവിലെ കൂട്ടിരുന്നേ. അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ഈസ്റ്റ് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും അല്ല, വെസ്റ്റ് ബംഗാളും. അപ്പോൾ അതാന്ന് വിചാരിച്ചിട്ട് കുറേ പേര് തെറ്റിദ്ധരിക്കപ്പെടണവരുണ്ട് ഈ വെഡികളാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷാറുഖ് ഖാൻ്റെ കൈ റിസ ചന്ദ്രലേഖ, അത് നിങ്ങൾ മുഖത്തേക്ക് സംസാരിക്കണമല്ലോ. ക്രിക്കറ്റിനെ കുറിച്ച്, ഫുട്ബോളിനെ കുറിച്ച്, കസിൻസോ വീട്ടുകാരോ ആരും എന്നെ മുഖത്തേക്ക് സംസാരിക്കണല്ലേ. വീട്ടുകാരെക്കുറിച്ച് ആരെക്കുറിച്ചും ഞാൻ അവരുടെ അപ്പോൾ ഇവരെ ആൾക്കാരായിട്ട് ഇതില്ല. പണ്ട് ഹിന്ദി ഗുട്കകളും അങ്ങനെയൊന്നും ഞാനതൊന്നും ചിന്തിക്കണല്ലോ. കന്നഡ ഗാണ്ടുകൾ, ഞാൻ ആ ഭാഗത്ത് നിന്ന് വരണം. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ നോർത്ത് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും ഒന്നും അല്ല. പിന്നെ കോഴിക്കോട്ടുള്ള മലയാളി കുണ്ടന്മാരും അങ്ങനെയൊന്നും ആരുമില്ല. അപ്പോൾ അങ്ങനെ ആരും ഇല്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഞാനിങ്ങനെ സെക്യൂരിറ്റി, എന്താ പേര്, ഹാരിസിന് അർത്ഥം ഗാർഡ്, ആർസൈനിലെ ഗാർഡിയൻ എന്നൊക്കെ വിളിക്കണം. അത് എൻ്റെ മുഖത്തേക്ക് സംസാരിച്ചോടാ. എന്നെ വിളിക്കണം വെച്ചാൽ നിങ്ങൾ താഴെ 4 സെക്യൂരിറ്റി കേട്ടോ അവർ വിളിക്കണത്. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കക്കോളം ഇഷ്ടം. അതുപോലെ എനിക്ക് നിങ്ങൾ നല്ല ബ്രെയിൻ വാഷ് ചെയ്യാൻ അറിയാമെന്ന്. നിങ്ങളതിനെ ബ്രെയിൻ വാഷ് ചെയ്യില്ല. അപ്പോൾ ശക്തിമാനം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടം ദിവസം മാറുക അതൊക്കെ പറയേണ്ട സമയത്ത് പറയും നിങ്ങൾ. അപ്പോൾ അത് ആദ്യം തൊട്ട് പറയും. നിങ്ങൾ വിചാരിക്കേണ്ട സമയത്ത് ഞാൻ വിചാരിക്കേണ്ടാവില്ല. അത് പിന്നീട് 2 ദിവസം കണ്ടിട്ട് വരാണോ വിചാരം ഞാൻ ആ സമയത്ത് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾ ആൾക്കാരായിട്ട് ഇതില്ല എന്നൊക്കെ പറയുന്നത് കന്നഡ കാണ്ടുകളോടും അങ്ങനെ അന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഹിന്ദി കാണ്ടുകളോട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ മുഖത്തേക്ക് സംസാരിക്കണമല്ലോ. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയാ, അതൊക്കെ ആ സമയത്ത് പറയും, ഈ രീതിയിൽ പറയും. നിങ്ങളെന്തെങ്കിലും ആൾക്കാരായിട്ട് ഇതില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ തോട്ടി വാങ്ങണം. ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും കുടിച്ചിടക്കൊണ്ട് നടക്കുന്നവരും വഷളായി നടക്കണവരും അധികം സംസാരിക്കാത്തവരും അധികം സംസാരിക്കണവരൊക്കെ ഇതൊക്കെ ഞങ്ങളെ തെറ്റ് ഞങ്ങൾ ചെയ്യുള്ളൂ, വിപരീത ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ കൂട്ടി വാങ്ങണവരാണ്. ഇതാണ് ഞങ്ങളെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ. ഇത് ഇവിടുത്തെ പെരുമാറ്റം എന്നോട് ചോദിപ്പിക്കണവർ. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി പറയുന്നതോ അല്ലെങ്കിൽ ഗുഡ് എന്താ നിങ്ങൾ ഹിന്ദിക്കാർക്ക് മലയാളികളോട് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് തുറന്ന് മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ അന്നേ തൊട്ടില്ല നിങ്ങൾക്ക് ആണ് തോന്നാത്തത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങളതുപോലെ തന്നെയാണ്. ഹിന്ദിക്കാരും മലയാളികളും ഗുഡ് കഴിക്കണവരും അതുപോലെ ഇവരാണ്. എന്താ ഞങ്ങൾക്ക് പറ്റി പിരിയാളിക്കിയ പോലെ എന്തൊക്കെയോ. മലയാളി പാരൻസ് ഉണ്ടായത് ഹിന്ദി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? അത് നിങ്ങളായിരുന്നു നോട്ടി വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഫോട്ടോ ഇടുന്നത് ഒരു അർത്ഥവത്തമായ കൺവെർസേഷൻ ചെയ്യണം, വെറുതെ ആരെയും ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ വിചാരിക്കും മൺചിത്രത്താഴിൽ റോങ് ഇൻഫർമേഷൻ കൊടുത്ത സിനിമ അതാ ശരി എന്ന് വിചാരിച്ചിട്ട് അതേ രീതിയിൽ പോവാണ്. ഈസ്റ്റ് ഇന്ത്യ ആണ്, വെസ്റ്റ് ബംഗാളാണ്, മറ്റേന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ കണ്ടുകൊണ്ട് അതേ ബോറടിക്കും, ടൈം വേസ്റ്റ് ആക്കല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അരനൂട്ടി വാങ്ങലെന്നെ. ഇല്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ വേറെ പോലെ കാണണം. ഒരു വെസ്റ്റ് എന്ന് പറയുന്ന രീതി കാണുമ്പോൾ അത് ഈസ്റ്റ് ഇന്ത്യ ആയിട്ട് ഒരു ബന്ധമില്ല. വെസ്റ്റേൺ ഏരിയ വരുന്ന രീതിയുണ്ട്. വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശിന് അപ്പുറത്ത് കിടക്കണം. വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ഇന്ത്യയും ചൈനയും തായ്ലാൻഡും ജപ്പാനും കൊറിയയായിട്ട് ഒരു ബന്ധമില്ലല്ലോ ഇവിടെ. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞു അല്ലേ. പിന്നെ അങ്ങനത്തെ കുറേ തോൽക്കാൻ പഠിച്ച മോന്തകൾ ഇറങ്ങും. 1973, 1978, 1986 അങ്ങനത്തെ കുറേ ഫേക്ക് പേരുള്ളവർ പറഞ്ഞില്ലേ. സൗത്തിലേക്കും നോർത്തിലേക്കും സമീന്ദാർ അവരുടെ പെൺമക്കളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ജോലി ചെയ്യുമ്പോൾ ഹിന്ദു ആവാൻ പറയും. ഈ ക്രിസ്ത്യാനി റോം കത്തോലിക്ക നസ്രാണികളോട്. യഹൂദിയ ജീൻസിന് വരണവർ പണ്ട് 7 സെഞ്ചുറി 10 സെഞ്ചുറി മുമ്പ് ഐശ്വര്യയുടെ തന്ത കണ്ടല്ലോ. അതുപോലത്തെ മുഖങ്ങൾ പണ്ട് ജനിച്ച് അങ്ങനെ വേറെ ജോലി ചെയ്ത് ഈ മാംഗ്ലൂരും അവിടെയൊക്കെ നരകി നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് വളരാന്നുള്ളതെന്ന് വിചാരിച്ചു നിങ്ങളർത്ഥം. നരകി നീക്കുക, വഴുതി വീഴിപ്പിക്കുക, കുഴിയിൽ ചാടിപ്പിക്കുക, അത് കാര്യമില്ല. തോൽക്കാൻ പിടിച്ച മോന്തകൾ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനായിരിക്കും. ആ സമയത്ത് 288 ജനിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ അതിനെ നോക്കിയിരിക്കും. അതിനെ കോപ്പി ചെയ്തു. അല്ലാണ്ട് ഗ്ലീഷോ ഗ്ലാഡിസ് ബേബി ജോസും 1988 മുമ്പ് ഏതെങ്കിലും അങ്ങനെ പഴയ വല്ല സിനിമയിലെ സോങ്സ് അല്ലെങ്കിൽ അർത്ഥമുള്ള മീനിങ്സുള്ള വേർഡ്സ് ഉണ്ട്. ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 88 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങണം. ഷൂർഖാൻ എന്നുള്ള ഫേക്ക് പേരുള്ളത്, നിക്ക ഹാരിസ ഓസ്റ്റക്ക, അതിൻ്റെ അർത്ഥമായിട്ട് വരണത് അതിനായിട്ട് അതൊക്കെ വരണത്. ഗ്ലീസൻ ബേബി ജോസ് ഗ്ലാഡിസിനെ ആരും കോപ്പി ചെയ്യണില്ല, ആരും ടീനിയും ഒമീനിയൊന്നും. അപ്പം നിങ്ങൾ അന്നൊന്നും പഴയ സിനിമകളൊന്നും ഈ പേരും കണക്ഷനായിട്ടൊന്നും വരണില്ല. പഴയ ഏതോ കാലത്ത് ഏതോ സമയം അതൊന്നും ഞാൻ കാണാനും പോയിട്ടില്ല. ഇപ്പം 91 തൊട്ട് 2005 വരെ ഇറങ്ങിയ സിനിമകൾ തിയേറ്ററിലൊന്നും കാണാൻ പോയിട്ടില്ല. ടി വിയിൽ കാണുമ്പോഴും അത് ഇപ്പം അതിൻ്റെ അർത്ഥമില്ല, എല്ലാം ഫേക്ക് ഇതാണെന്ന് അറിയാം. അന്നത്തെ കണ്ട് വളരുമ്പോൾ വ്യത്യാസമുണ്ട്. നരകി നീങ്ങണവരെ പോലെ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത്, ഈ മുസ്ലിംസ് അല്ലല്ലോ കുരിശിൽ കയറി മരിച്ചത്. മുസ്ലിംസിൻ്റെ ഖുറാനിലും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. ഷുജീനും അങ്ങനത്തെ കാര്യം. അപ്പോൾ ഖുറാനിലുള്ളതൊന്നും പറയില്ല. ഇസഹാക്കിന് പകരം സാക്രിഫൈസ് ചെയ്ത് ഓൺലി സാക്രിഫൈസ്, പാതിരികളുടെ നിർക്കൽ, പഴയ നിയമം പോയി. അതുപോലെ ബാപ്റ്റിസം, ഫുൾ ഇമേഴ്ഷൻ ബാപ്റ്റിസം, അതൊന്നും ഖുറാനിൽ വരണില്ല. ഖുറാനിൽ ഞാൻ പറഞ്ഞു വേശ്യകളെ കൂടെ ഭാര്യമാരല്ല കുടിച്ച് ഡക്കടിച്ച് പിലിസ് ഭാഷ ചെയ്ത് എഴുതി വെച്ചാണ് ഖുറാനാണ്. അത് ഖുറാനിൽ കാര്യമില്ല. അതൊരു റോങ് ക്രോണിക്കലാന്ന് പറയണം. റോങ് അതിന് വേർഡുണ്ട്, അത് കണ്ടിട്ട് കാര്യമില്ല. പലരും മുസ്ലിംസുകൾ വിശ്വസിക്കണവരുണ്ട്, ക്രിസ്ത്യാനിറ്റികൾ. പക്ഷെ അവർ ഫുള്ളായിട്ട് അത് നിർവഹിക്കണില്ല. പിന്നെ പറയാനുള്ളത് ഇത് പിന്നെ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ എഴുതി വെച്ച പോലെ തന്നെ നിങ്ങൾ ഓടാൻ നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ശരിക്കുള്ള കാര്യം എന്താ പറയാം. ഞാൻ അപ്പം പറയാം, ഞാൻ നിങ്ങൾ എന്തുകൊണ്ട് ഓടാൻ നിൽക്കണമെന്ന് പറയണത്. നിങ്ങൾ ഓടാൻ നിൽക്കുകയാണ്. ഒന്നാമത് മുഖത്തേക്ക് സംസാരിക്കണല്ലോ ഈ കാര്യങ്ങളൊന്നും. അപ്പം ഞാൻ പറയിപ്പിക്കണം, കുറേ പറയിപ്പിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുള്ളൂ. പല രീതിയിലും പറയിപ്പിക്കണം. ഉണർവോടെ ഇരുന്ന് പറയിപ്പിക്കണം. ഇങ്ങനെ പറയുന്നു.
ഇവിടുന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ കുടിക്കൊന്നും കഴിക്കണില്ലല്ലോ അമ്മ കുടിക്കാനോ ഹിന്ദിയൊന്നും ഞാൻ ഇപ്പം ചെയ്യണില്ലല്ലോ അത്. അപ്പം ഞാൻ പറയണതെന്ന് ഒരു ഉണർവോടെ പറയണതാണ്. അത് നിങ്ങളുടെ ഒരു രീതി വേറെ രീതിയിൽ മനസ്സിലാക്കി ചിന്തിപ്പിക്കാനാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ എന്ത് കൺവേഴ്സേഷൻ ചെയ്യുകയാണെങ്കിലും അർത്ഥവത്തായിട്ട് ചെയ്യണമല്ലോ, വെറുതേക്കൊന്നും ചെയ്യണില്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വന്ന് നിന്നാലും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. എന്തെങ്കിലും പറയാൻ വന്നാലോ അപ്പോഴും ഓടി പോവാ. ഞങ്ങൾ പോയിട്ടിട്ട് ഞങ്ങൾ എന്തിടാനായി പോണേ, പോയിട്ടിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏമാനെ യജമാനത്തി എന്ന് പറഞ്ഞാൽ എന്തിടാനായി പോണേ, തൂറാൻ പോണ പോക്ക് പോലെ ഉണ്ട്. വിളിച്ച് നോക്കി ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സമയത്ത് വിചാരിക്കണ കാര്യം വെഡിത്തത്തിൽ വിപരീതത്തിൽ ഞാൻ ആ സമയത്ത് വിചാരിക്കേണ്ട 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചത്, ക്രിട്ടിക്കൽ വഴിയിലൂടെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിൽ കാര്യമില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ വന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി പറയാൻ വന്നാലും നിങ്ങളത് കേട്ടിട്ട് ഞങ്ങൾ ഇട്ടിട്ട് പോയി വരാം എന്നൊക്കെ പറയണ പോലെയാണ് പോക്ക് കണ്ടാൽ. പിന്നെ ഈ വഴി കാണില്ല, താഴേക്ക് അങ്ങോട്ട് പോകും, പിന്നെ ഈ വഴിക്ക് വരില്ല. അതെന്താ അത്, അങ്ങനെ കാര്യമില്ലേ, എന്താ അത് അങ്ങനെ ഒന്നും ചോദിക്കണമെന്നില്ല വരണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉള്ള കാര്യം പറയാൻ വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ കുടിച്ചിട്ടൊക്കെ അടിച്ചിരിക്കുന്ന മുസ്ലിംസും ഹിന്ദുസും റോം കാത്തലിക്സ് എന്താണ് പറയിപ്പിച്ച് പറഞ്ഞ ഡയലോഗ്. അവരുടെ ക്യാമറ കണക്ഷൻ ഉണ്ട്, വീട്ടിൽ തനിയന്മാരാണ്, കുടിച്ച് ഡ്രഗ് അടിച്ച് 12 വയസ്സോട് ചിന്തഭാരമുള്ളവർ, കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ. ഇതങ്ങനെ കൂടിയില്ല, നിങ്ങൾ തെറ്റുണ്ട് അതിൽ, അത് മനസ്സിലാക്കണം. നിങ്ങൾ മുസ്ലിംസും റോമൻ കാത്തലിക്സും യാക്കോബൈറ്റ് ചെയ്യണതിൽ തെറ്റുണ്ട്. അതാണ് ജഡ്ജ്മെൻറ്റിൽ വരണത്. ഉള്ള കാര്യമല്ല ഞങ്ങൾ ചെയ്യണത്, നേരെ വിപരീതം ചെയ്യണത്, പറയിപ്പിച്ച് പറയുന്നത് എല്ലാം. അത് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു, 65 വയസ്സായിട്ട് ചെയ്യണ കാര്യം ഞാൻ പറയാം. അത് ഇപ്പോഴത്തെ നടക്കണം, ഇപ്പോഴത്തെ ഒരു നമ്മൾ ചെറുപ്പത്തിൽ മെച്യൂർ ലെവലിൽ കാര്യങ്ങൾ ചെയ്യണതിലെ കാര്യം. അപ്പോൾ നിങ്ങളോട് എന്ത് പറഞ്ഞാലും, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ വിചാരിച്ചോ, നിങ്ങളെന്താ അടുത്ത ഫ്ലാറ്റിലത്തെ ഇവിടെ ഇങ്ങനെ വന്ന് എന്നൊക്കെ ചോദിച്ച് വന്നാലും നിങ്ങൾക്കൊന്നും പറയാനില്ലാത്ത പോലെയാണ് മോന്തിയും ഭാഗം കണ്ടു കഴിഞ്ഞാൽ. ഒന്നാമത് ഉയരമില്ല, ചിടുങ്ങളാണ്. എന്നിട്ട് അതൊന്നും പറയാൻ നിൽക്കാത്ത ഒന്നാം സമയത്ത് ഞാൻ നിങ്ങൾ വിപരീതത്തിൽ ചിന്തിക്കുന്നു, പറയുന്നു, വിചാരിക്കുന്നു. ഞാൻ ആ സമയത്ത് ചിന്തിക്കണല്ലേ, പരസ്പരം ബന്ധമില്ലാണ്ട് പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ആ സമയത്ത് വിചാരിക്കണല്ലോ, അത് ആ സമയത്ത് ചെയ്യാത്തത്. അത് വെറുതെ ആരെങ്കിലും ചെയ്യാതിരിക്കുമോ? അപ്പോൾ എന്താണ് അതിൽ പറയണേ? ഞാൻ നിങ്ങളോട് നിങ്ങളിപ്പോൾ എന്താ ഞങ്ങൾ ഇവിടെ നിങ്ങൾ അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗാഡു 6 സൈഡിലെ ഗാഡി വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ പേര് ഹാരിസ് എന്നാണ്, സെക്യൂരിറ്റി എന്ന് അർത്ഥമുള്ളത് ഗാർഡിയൻ അങ്ങനെ അർത്ഥമുള്ള പറയണം വിചാരിച്ചത്. എന്നെ പറയാനുള്ളത് എൻ്റെ മുഖത്തേക്ക് പറഞ്ഞു അവിടെ. അപ്പോൾ ഞാൻ തിരിച്ച് എന്നെ കുറിച്ച് പറയണ അല്ലെങ്കിൽ താഴെ 4 സെക്യൂരിറ്റികൾ ഇരിക്കണ്ട, അവരെ കുറിച്ചാവൂലേ എന്ന് പറഞ്ഞാലും നിങ്ങളെന്ത് രിസ അതൊക്കെ സരസ സുന്ദരി മണി അലസമായി ഉറങ്ങിയോ സ്വരമുറങ്ങും നാവിലെന്തേ വരി മറന്ന പല്ലവി ഇതൊക്കെ പറഞ്ഞു വന്നാൽ ഞങ്ങളൊന്ന് പോയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോണ പോക്കാണ്, വേറെ ഒന്നും പറയാനില്ല. അതുപോലെ സരസസുന്ദരി, അതുപോലെ കോണി തഴുത്ത് വന്നേ പതിരവായി നേരും നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നേ രാവിലെ കൂട്ടിരുന്ന ഇതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കുള്ള കാര്യങ്ങൾ. ഷാറുഖ് ഖാൻ്റെ കയ്യും ഡാങ്കണക്ക കനക്കേരെ സഹോരെ എന്നൊക്കെ സഹോരെ സരി കണക്ക മധുമാസമണയാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് പറയണ്ടേ? അതൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ. നിങ്ങൾ ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് വരാം പിന്നെ വരാം എന്നിട്ട് താഴേക്ക് പോയിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് കാണണല്ലേ ആ പൂട്ടി പോയി കഴിഞ്ഞാൽ ഞാൻ അതിൽ എത്ര പ്രാവശ്യം ഞാൻ അത് കണ്ടിട്ടുണ്ട് ഓരോ ഏജ് വഴി ഞാൻ ഉയരുമ്പോഴും. അല്ലെങ്കിൽ അപ്പം കക്കോൾഡിൻ്റെ കാര്യം ബാക്കി കാര്യം സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് നേരമില്ല. ഇങ്ങനെ എന്തോ മേടിച്ച് എന്തൊക്കെയോ നിങ്ങളുടെ തെറ്റും വിപരീതത്തിൽ നിങ്ങളെന്തോ ചിന്തിച്ച് കൂട്ടി വിചാരിക്കുന്നത് ഞാൻ ആ സമയത്ത് വിചാരിക്കണല്ലേ. അങ്ങനെ അപ്പം തന്നെ ചെയ്താൽ നിങ്ങൾ വേറെ എന്തോ വിപരീതം ചിന്തിച്ച് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. അത് വിചാരിക്കുന്നത് കറക്റ്റാവണ്ടേ, ഉണർവോടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണരണം. അതുകൊണ്ട് കക്കോൾഡ് കാര്യം കക്കോൾഡാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാലും ആ സമയത്ത് ഒന്നും വരണില്ല ഞങ്ങളുടെ. ആ സമയത്ത് പറയേണ്ടത് ഇനി ഉണ്ടാക്കി പറഞ്ഞാൽ എന്തുണ്ടായാലും മുഖത്തേക്ക് സംസാരിക്കുമ്പോൾ എന്തോ നിങ്ങൾ വേറെ എന്തോ മാനത്ത് വിചാരിച്ചിട്ട് വേറെ ആരെയോ സ്വപ്നം കാണുന്ന പോലെ വീഡിയോസ് അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. അപ്പം അത് ഇപ്പോൾ എന്ന് പറഞ്ഞാലും പിന്നെ ബാക്കി എന്താ ചെയ്യുകയാണെങ്കിലും അപ്പോൾ അതാ പറഞ്ഞേ, ഞാൻ 65 വയസ്സായിട്ട് ചെയ്യണ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഈ യേശുവയുടെ നിത്യജീവനും എന്നൊക്കെ പറയണത് പുതിയ ഭൂമി പുതിയ ആകാശം എന്ന് പറയുന്നത് ഇപ്പം തന്നെ സയൻറ്റിസ്റ്റുകൾ ഒരു പുതിയ എർത്തിനേക്കാളും 3 ഇരട്ടി വലിപ്പത്തിലൊരു എർത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം വേറെ എവിടെയോ കുറച്ച് ഭയങ്കര ലൈറ്റ് ഇയേഴ്സ് അകലെ. പക്ഷെ അത് അടുത്ത് വരുന്ന രീതിയിലോ എന്ന് വെച്ചാൽ അവിടെ ചെന്ന് താമസിക്കുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശം വരുന്ന രീതിയൊക്കെ വരുമ്പോൾ ഇനി മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടോ അങ്ങനെ നിത്യജീവൻ കുറേ 200 വർഷം 300 വർഷം ജീവിക്കേണ്ട വല്ല മരുന്ന് അങ്ങനെ എന്തെങ്കിലും മസ്കുലർ ആക്ടിവിറ്റി ഫിസിക്കൽ ബോഡി നിലനിർത്തണം എന്തെങ്കിലുമൊക്കെ വരും. ഒരു 30 വർഷമൊക്കെ കഴിയും. 30 വർഷം കഴിഞ്ഞിട്ട് 65 വയസ്സായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി അധികം അതിൻ്റെ ഇടയിൽ നമ്മൾ സ്നേഹവും തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് സ്നേഹം പങ്കുവയ്ക്കാൻ ചേരുമ്പോൾ
അതൊക്കെ നിത്യജീവൻ. അതിനുമാരൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വയസ്സാകാലത്തെ ഇതൊക്കെ 30 വർഷം എനിക്ക് 65 വയസ്സാവാൻ ഞാൻ എന്തായാലും 30 വർഷം ഉണ്ടാവും. ഇപ്പം ആകെ 37, 25 ഇടയിൽ എത്തിയിട്ടുള്ളൂ. 2025 വർഷം 2000 കഴിഞ്ഞിട്ടുള്ള വർഷം വരുമ്പോൾ ഒരു 25 വർഷം 30 വർഷം കഴിഞ്ഞാലേ എനിക്കൊരു 65 വയസ്സാവുള്ളൂ. അപ്പോഴും ഞാൻ ഈ ടൈപ്പിൽ തന്നെ നിലനിൽക്കും. നിങ്ങൾ വിചാരിക്കണ്ട ഭയങ്കര വയസ്സാവും, ചുക്കി ചുളഞ്ഞ വയസ്സാവും എന്നൊന്നും വിചാരിക്കണ്ട. ഈ ബോഡി തന്നെ ഉണ്ടല്ലോ, ഒരു സ്ട്രക്ചർ ആ രീതിയിൽ അങ്ങനെ തന്നെ ഇരിക്കും. ആ എക്സ്പ്രഷനൊക്കെ അന്നത്തെ പോലെ ഈ 37, 25 വയസ്സിലുള്ള പോലെ തന്നെ അപ്പോഴും ഉണ്ടാവും. അതൊന്നും ഞാൻ ഓൺലൈനൊന്നും ചെയ്യണില്ലെങ്കിലും അതൊക്കെ അപ്പുറം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞാൻ 65 വയസ്സ് വരെ ചെയ്താൽ മതി കാര്യങ്ങൾ. സ്റ്റണ്ടാണെങ്കിലും നിങ്ങളൊക്കെ ചെയ്യണ ഷിജീനും ഓലെ ചെയ്യുന്ന സ്റ്റണ്ട്, ജയറാം ചെയ്യണ സൂപ്പർമാൻ്റെ മ്യൂസിക് ഓലെ ഓലെ മലയാള മൂവിയില്ലേ, അത് കേട്ട് സ്റ്റണ്ട് ഇങ്ങോട്ട് എടുക്കുക പറഞ്ഞാൽ അത് ഇട്ട് തന്നാലല്ലേ ചെയ്യുള്ളൂ. അവിടെ ആരെങ്കിലും ശരിക്കുള്ള ഗുണ്ടകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ വെട്ടേറ്റ് മരിക്കും, ചാവും. സാർ ഇങ്ങനെ സ്റ്റണ്ടിട്ട് ഇങ്ങനെ കുത്തി മറക്കണ പിടിച്ച് മറക്കലാണെങ്കിലും ഏതാണെങ്കിലും അത് 65 വയസ്സായി കഴിഞ്ഞാൽ ചെയ്യാം. അത് കഴിഞ്ഞ് കക്കോൾഡ് കാര്യം, കല്യാണം, മാരേജും ബാക്കിയുള്ള നോക്കുകയാണെങ്കിലും 65 വയസ്സ് കഴിഞ്ഞിട്ടായാലും ചെയ്യാം. 65 വയസ്സ് തൊട്ട് 78 വയസ്സ് വരെ ഇപ്പോൾ ആയി ഷിജീനും ബാക്കിയുള്ളവർക്കൊക്കെ. അവരിപ്പോഴും അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരു സിനിമ, ഒരു രാത്രിയിലെ ഒരു പാട്ട്, മ്യൂസിക്, കുറച്ച് കാര്യങ്ങൾ അത്ര മതി എനിക്ക് തെളിഞ്ഞ് കാണാം. ഇപ്പോഴേ തെളിഞ്ഞുണ്ട്, ഞാൻ അത് വീണ്ടും തെളിയിപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ നിത്യജീവനും അങ്ങനത്തെ മരുന്നും എല്ലാ മനുഷ്യരും കഴിക്കണം, അത് 200-300 വർഷം വരെ ജീവിക്കണ ടൈപ്പൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരും. അതിനു മുമ്പ് ഞാൻ ഒരു 112 അതൊക്കെ വരാണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പുതിയ ആകാശം പുതിയ ഭൂമിയും ഇപ്പോഴേ കണ്ടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എർത്തും വെള്ളവും അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ അങ്ങോട്ട് ഇപ്പോൾ സ്പേസിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്ന രീതിയൊക്കെ വരും. ഇവിടെ എല്ലാവർക്കും താമസിക്കാം, എന്നാലും അങ്ങോട്ട് പോകുന്ന രീതി വരും. അപ്പോൾ എക്സ്ട്രാ ആയിട്ടൊരു ഇത് വരും, എക്സ്ട്രാ ആയിട്ടൊരു ഭൂമി വരും, എർത്ത് വരും. അപ്പോൾ അതിനുള്ളതൊക്കെ നിങ്ങൾ പിടിച്ച് 30 വർഷം അല്ലെങ്കിൽ അതിന് കൂടുതൽ വർഷം എടുത്താലും അപ്പോൾ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 5 ട്രൈ ചെയ്താലും എന്ത് ചെയ്താലും അതിലൊക്കെ വരണ രീതി വരണം. മുമ്പ് യേശുയുടെ സാക്രിഫൈസിന് 2040 വർഷം മുമ്പ് കാട്ടിക്കൂട്ടലാണോ നോക്കണ്ടേ? ഇവൾ ഉറങ്ങുകയാണ്, എഴുന്നേറ്റ് സാക്രിഫൈസ് ചെയ്തു, പുനരുദ്ധരിച്ച് മരവിച്ച് മിണ്ടാണ്ട് സഹിച്ചത് പുനരുദ്ധരിച്ച് വന്നതൊക്കെ ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സാക്രിഫൈസ് ചെയ്തതിനും ഒരർത്ഥം ഉണ്ടാവും. ഒള്ളി സാക്രിഫൈസാണ് അത്. റിപ്പീറ്റ് ചെയ്ത് നക്കാപ്പിച്ച സാലറിക്ക് സാധാ ജോലി ചെയ്യുന്ന പോലെ വെറുതേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ പാതിരികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ തെറ്റുണ്ട്. അതാണ് സമയത്തിന് കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റാത്തതും. നിങ്ങളിങ്ങനെ പോയിട്ട് പിന്നെ വരാം, ഇതാണെന്ന് പോയി വരണ പോലെ. അപ്പോൾ കക്കോൾഡിൻ്റെ കാര്യം അങ്ങനത്തെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാവാം. അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ നിങ്ങളുടെ വിപരീതത്തിൽ ഞാൻ വിചാരിക്കണല്ലേ, അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യാത്തത്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യില്ലേ. അപ്പോൾ അത്രയാണ്. പിന്നെ ഈ സാക്രിഫൈഷ്യൽ സിറ്റുവേഷൻ കാണുക എന്ന് പറയുകയാണ്. അതിനെ മനുഷ്യരെ ആരാധിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല ബൈബിൾ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫുൾ സാങ്ഷൻ തന്നെയാണ്. എല്ലാത്തിനെയും മനുഷ്യരെയും ജീവനില്ലാത്തതിനെയും വിഗ്രഹങ്ങളെയും നശ്വരമായതിനൊക്കെ കണ്ണുമൂക്കും വരച്ച് മെഷീൻ ഉരുക്കി എല്ലാത്തിനെയും പെയിൻ്റ് അടിച്ച് ആരാധിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ പാതിരികളുടെ പോലെ സാധാ രീതിയിൽ കപ്പിച്ച സാലറിക്ക് നിന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെയ്യേണ്ടത് തന്നെയാണ്. അതുപോലെ മനുഷ്യരെ ആരാധിക്കാൻ തെറ്റാണ്. അതിന് അടുത്ത് വരുമ്പോൾ മുഖത്തേക്ക് സംസാരിക്കാണ്ട് അവിടെ ഇവിടെ വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മനുഷ്യനെ ഇപ്പം എന്നെയാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആരാധിക്കാനാണ് നടക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനേക്കാളും വലിയ പുഴുത്തരിപ്പിയിൽ അഴിപ്പിക്കും ഞാൻ. പക്ഷെ മനുഷ്യരെ ആരാധിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ മുഖത്തേക്ക് നോക്കി സംസാരിക്കേണ്ട, വൃത്തികേട് അവിടെ ഇവിടെയും പറഞ്ഞ് മുഖത്ത് നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അത് അടുത്ത് നിൽക്കുമ്പോൾ മുഖത്തേക്ക് സംസാരിക്കാണ്ട് ചേർച്ചെങ്കിലും വേണ്ടേ? ഇല്ല. എന്നിട്ട് നമ്മളങ്ങോട്ട് ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കണം. എന്നിട്ട് പഠിപ്പും വിവരമുള്ളവർ ഇങ്ങനെയുള്ള വിഡ്ഢികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വൃത്തികളും പറയിപ്പിച്ച് മുഖത്തേക്ക് സംസാരിക്കാണ്ട് ഒരു മനുഷ്യരെ അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെയൊക്കെ ആരാധിക്കാൻ നടക്കാനാണ് നിങ്ങൾ ഇതിനേക്കാളും വലിയ വരിപ്പിക്കും. റോമ് പള്ളി ആറ്റം ബോംബിട്ട് നശിപ്പിക്കണം. ബോംബിട്ട് മാത്രമല്ല, അതുപോലെ ഓരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫേക്ക് വാർ നടക്കുന്നതൊക്കെ എല്ലാം തെറ്റാണ്. അപ്പം ഇങ്ങനെയുള്ളത് മനസ്സിലാക്കണം.